എപ്പോഴെവിടെ കിടന്നാണ് മരിക്കുന്നത്, ഏത് രീതിയിലാണ് മരിക്കുന്നത്, എങ്ങനെയാണ് മരിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, എന്റെ മരണം പ്രവചിക്കാറ് ആ മരണത്തിന്റെ അടയാളം പറയാനല്ലാതെ ഇന്ന സമയത്ത് ഞാൻ മരിക്കുമെന്ന് പറയാ അല്ലാഹുവിനല്ലാതെ മറ്റൊരു ശക്തിക്കും കഴിയില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. എല്ലാവർക്കും മരണം നിർബന്ധമാണല്ലോ. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും മരണം കടന്നു വരുമല്ലോ. എല്ലാവർക്കും വിശ്വാസമാണ്. കാരണം അല്ലാഹുവാണ് പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണമുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവാ. ആർക്കും സംശയമില്ല, ലോകത്തുള്ള ഒരു മനുഷ്യനും സംശയമില്ല. എല്ലാവർക്കും ഒരു ദിവസം മരണമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്റെ പ്രിയമുള്ളവരെ, ഏത് കോലത്തിലാണ് വരുന്നതെന്നറിയില്ല. അത് വഅദ് പറയുന്ന സദസ്സിലാണോ, വഅദ് കേൾക്കുന്ന സദസ്സിലാണോ, വീട്ടിൽ കിടക്കുന്ന സമയത്താണോ, വാഹനത്തിലാണോ, റോഡിലാണോ, ബാത്റൂമിലാണോ, ഹോസ്പിറ്റലിലാണോ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എല്ലാവരും അതിന് മതിമറന്നുകൊണ്ട് ഇങ്ങനെ ജീവിക്കുമ്പോ എല്ലാവരുടെയും മുഖത്ത് വല്ലാത്ത സന്തോഷമാണ്. എല്ലാവരും വല്ലാത്ത ആനന്ദത്തിലാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കവി ചോദിക്കുകയാണ്, കുല്ലും സബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകീൻ അലിഹി. സന്തോഷത്തോടെ നീ ചിരിച്ച് കളിച്ചിങ്ങനെ നടക്കുമ്പോ, നിന്റെ ഭാര്യയുടെ കൂടെ, നിന്റെ മക്കളുടെ കൂടെ, കൂടപ്പിറപ്പിന്റെ കൂടെ നീ സന്തോഷത്തോടെ ഇങ്ങനെ നടക്കുമ്പോ, കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ എന്തേ പൊന്നുമോനെ നീ നോക്കാത്തത്? ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നു, അതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹാന്മാര് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാ. മരിക്കാൻ ക്യാൻസർ വേണമെന്നില്ല, ട്യൂമർ വേണമെന്നില്ല, കിഡ്നി തകരണമെന്നില്ല, മാരക രോഗങ്ങൾ പിടിപെടണമെന്നില്ല, പ്രഷർ വേണമെന്നില്ല, ഷുഗർ വേണമെന്നില്ല, കൊളസ്ട്രോൾ വേണമെന്നില്ല, ഒരു തനവേദന പോലും മരണത്തിന് വേണമെന്നില്ല. ആരാ പറഞ്ഞത് മാരക രോഗമുണ്ടെങ്കിലേ മരിക്കൂ എന്ന്? ആരാണിത് പറഞ്ഞു തന്നത്? അതാ കവി ചോദിക്കുകയാണ്, തുഅമ്മീലു ഫിദ്ദുനിയാ ത്വബീലൻ വലാ തദ്രീ.